എനിക്കൊരു ഭർത്താവില്ല, എനിക്കൊരു കുഞ്ഞുണ്ട്, 5 വയസ്സൊരു കുഞ്ഞുണ്ട്. ഞാൻ എന്റെ കുഞ്ഞും കൂടെ ഇതിനകത്തായിരുന്നു. എന്റെ കൈപ്പൈസ കൊടുത്ത് ഞാൻ ലോൺ എടുത്ത് കൈപ്പൈസ കൊടുത്തിട്ട് ഷീറ്റ് വാങ്ങിച്ച് ടാർപ്പ കെട്ടി ഇതിനകത്ത് താമസിക്കുക. എല്ലാ മെമ്പർമാർക്ക് എല്ലാവർക്കും വോട്ട് മതിയല്ലോ. തൊഴിലുറപ്പ് ചെയ്ത് കൈപ്പൈസ കൊടുത്ത് വാങ്ങിച്ച ഈ ഷീറ്റ് ഇല്ല. എനിക്കിപ്പം വീടും ഇല്ല, സ്ഥലവും ഇല്ല, ഒന്നുമില്ല. കുഞ്ഞിനെ കൊണ്ട് ഇതിനകത്ത് കിടക്കാൻ പറ്റാത്തോണ്ട് ഇവിടുന്ന് മാറി അമ്മയുടെ കൂടെ. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഇപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിലെ സന്യാസിക്കോൺ കേടയം 5-ാം വാർഡിലാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന സതിച്ചേച്ചിയാണ്. അവര് ഹരിജൻ കുടുംബമാണ്. കശ് മാത്രമേ ഉള്ളൂ, ആരുമില്ല, ഭർത്താവില്ല, ഒന്നുമില്ല. ഒരു മകനുണ്ട്, 5 വയസ്സല്ലേ മകനുണ്ട്. അപ്പൊ ഈ ചേച്ചി ഏതാണ്ട് 2017 ഒരു വീടിന് വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തത്. ഈ ചേച്ചിക്ക് ഇതുവരെ വീട് കിട്ടിയിട്ടില്ല. കാരണം വളരെ ദയനീയമായ അവസ്ഥയാണ്. ആരും തുണയില്ലാതെ ഒരു തൊഴിലുറപ്പ് ജോലിക്കൊക്കെ പോയി മറ്റുള്ള ജോലികൾക്കൊക്കെ പോയി ജീവിക്കുന്ന ഒരു ചേച്ചിയാണ്. ഇപ്പൊ ഈ വീട്ടിൽ കിടക്കാൻ പറ്റാത്തത് കാരണം ചേച്ചി മോനുകളെ അമ്മയുടെ അടുത്ത് അപ്പുറത്ത്, അതും വലിയ വീടൊന്നുമില്ല, ചെറിയൊരു വീട്, ഇതുപോലെ കൂടുതലുള്ള വീടാണ്, അവിടെ പോയാണ് ഇപ്പോൾ അന്തി ഉറങ്ങുന്നത്. ആ ചേച്ചിയുടെ വീടാണ് കാണുന്നത്. ഒരുപാട് ഭരണങ്ങൾ മാറി മാറി വന്നു. ചേച്ചി വോട്ടിടാനൊക്കെ പോയോ? ചേച്ചി പോയി വോട്ടിട്ടു. അപ്പോൾ കഴിഞ്ഞ ഭരണം നടന്നിരുന്നവർ പറയുന്നത് നിങ്ങൾ ലിസ്റ്റിലുണ്ടെന്നാണ്. അപ്പോൾ പുതിയ വാർഡ് മെമ്പറാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. വാർഡ് മെമ്പർ പേരെന്തുവാ? ഇപ്പൊ പുതിയ ആള് വന്നേക്കുന്നത് കോൺഗ്രസിന്റെ ആണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ജയിച്ചത് കോൺഗ്രസിന്റെ ആ മെമ്പറാ പറഞ്ഞത്. ലിസ്റ്റ് പേരില്ല. അപ്പോ രാഷ്ട്രീയം ഏതും ആയിക്കൊള്ളട്ടെ, സാധാരണക്കാരന്റെ ജീവിതം ഇങ്ങനെ ഗതിമുട്ടി അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനത്ത് കൂടി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചിയുടെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോഴാണ് നമ്മൾ എന്തൊക്കെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടായി ആരും ദരിദ്രർ അല്ല എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ചേച്ചിയുടെ അവസ്ഥ വളരെ മോശമാണ്. ആരും ഒരു തുണയില്ലാത്ത ചേച്ചിയാണ്. എന്റെ പേര് സതി. ഞാൻ പിറവന്തൂർ പഞ്ചായത്ത് കീഴയം വാർഡിലെ 5-ാം വാർഡിലാണ് താമസിക്കുന്നത്. കീഴയത്ത് ഞാൻ 2018 വീട് സ്ഥലത്തിനും കൂടെ അപേക്ഷ ഉണ്ടെന്ന് പറഞ്ഞ് കൊടുത്തു. പിറവന്തൂർ പഞ്ചായത്തില് കൊടുത്ത് അവര് എന്നിട്ട് പറഞ്ഞ് 3ാമത്തെ ലിസ്റ്റ് പേരുണ്ടെന്ന് അന്നത്തെ മെമ്പർ അർച്ചന പറഞ്ഞത്. ആ ലിസ്റ്റ് പേരുണ്ട്, ഗ്രാമസഭ ഇവിടെ വായിച്ച് ലിസ്റ്റ് പേരുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ചോദിച്ചു, മെമ്പറെ എനിക്കിപ്പം വീടില്ലയോ, സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലിസ്റ്റ് പിറവന്തൂർ പഞ്ചായത്ത് ഇപ്പം ജയിച്ച റഹിമെന്ന് പറഞ്ഞ ആളിപ്പോ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞ് എന്റെ ലിസ്റ്റ് പേരില്ലെന്ന്. 5 വർഷമായി കൊടുത്തിട്ട് 2017 കൊടുത്തത്. ഇത്രയും നാളായിട്ട് നമുക്ക് അതിനുശേഷം കൊടുത്ത ആൾക്കാർക്ക് വീട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, എനിക്ക് മാത്രം കിട്ടിയിട്ടില്ല. ഞാനൊരു ഹരിജനാണ്. ബാക്കി ഈഴ സമുദായത്തിലുള്ളവർക്ക് കൊടുത്തു, പക്ഷെ എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. എനിക്കൊരു ഭർത്താവില്ല, എനിക്കൊരു കുഞ്ഞുണ്ട്, 5 വയസ്സൊരു കുഞ്ഞുണ്ട്. കേസില്ല. ഞാൻ എന്റെ കുഞ്ഞും കൂടെ ഇതിനകത്തായിരുന്നു. എന്റെ കൈപ്പൈസ കൊടുത്ത് ഞാൻ ലോൺ എടുത്ത് കൈപ്പൈസ കൊടുത്തിട്ട് ഷീറ്റ് വാങ്ങിച്ച് ടാർപ്പ കെട്ടി ഇതിനകത്ത് താമസിക്കുക. ഞാൻ കൂലിവേലയ്ക്കാ പോന്നെ. അപ്പൊ ഈ നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഇതിലാണ് കിടക്കുന്നത്. ഇതിനകത്താണ് ഞങ്ങൾ കഞ്ഞി വെച്ച് കുടിച്ച്. ഇത് നമ്മൾ അടുപ്പ് കൂട്ടിയിട്ടിരുന്ന സ്ഥലമാണോ? അടുപ്പ് കൂട്ടി എവിടെ കഞ്ഞി വെച്ചോണ്ട് നിൽക്കുന്നേ. ഇപ്പൊ നമ്മൾ അടച്ചുറപ്പൊന്നും ഇല്ല, ആനയൊക്കെ വരുന്നോണ്ട് ഞാൻ ഇവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് മാറി നിൽക്കും. അമ്മയുടെ ഒക്കെ കൂടെ. അത് അപ്പുറത്തെ വീട്ടിൽ അവിടെ കിടക്കുന്നത്. ഇതിനകത്ത് നമുക്ക് കിടക്കാനൊന്നും പറ്റത്തില്ല. ആനയൊക്കെ കിടക്കാൻ പോയിട്ട് ഇരിക്കാനും പോലും പറ്റത്തില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിലാ. വീടുമില്ല, സ്ഥലവുമില്ല, ഒന്നുമില്ല. ഇപ്പൊ എന്റെ അമ്മയുടെ ഒക്കെ കൂടെ കുഞ്ഞിനെയും കൊണ്ട് ഇതിനകത്ത് കിടക്കാൻ പറ്റാത്തോണ്ട് മാറി നിൽക്കും. അപ്പൊ നമ്മൾ ഇത്രയും അവസ്ഥ അവരൊന്നും കണ്ടില്ലയോ? എല്ലാ മെമ്പർമാർക്ക് എല്ലാവർക്കും വോട്ട് മതിയല്ലോ. അല്ല, എന്നാലും നമ്മള് ഒരു ഇത്രയും അവസ്ഥ ഷീറ്റെങ്കിലും ഇട്ട് മറിച്ച് എന്തെങ്കിലും ചെയ്യാനുള്ള സംവിധാനം. ഇത് ഞാൻ കൈപ്പൈസ കൊടുത്തിട്ട് ഞാൻ തൊഴിലുറപ്പ് ചെയ്ത് കൈപ്പൈസ കൊടുത്ത് വാങ്ങിച്ച ഈ ഷീറ്റ് 2-3 ദിവസത്തെ പണിയാ. പേശ്വരന്മാരെ നിർത്തി ഞാൻ കൈപ്പൈസ കൊടുത്ത് ഞാൻ ഷീറ്റൊക്കെ ഇട്ടത്. പക്ഷെ നമുക്ക് എന്നിട്ട് ഇതിനകത്ത് കിടക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പം വീടും ഇല്ല, സ്ഥലവും ഇല്ല, ഒന്നുമില്ല. വനമേഖല ആയതുകൊണ്ട് എപ്പോഴും ആനയും എല്ലാ മൃഗങ്ങളും വരും. കുഞ്ഞിനെ കൊണ്ട് ഇതിനകത്ത് കിടക്കാൻ പറ്റാത്തോണ്ട് ഇവിടുന്ന് മാറി അമ്മയുടെ കൂടെ പോയി അപ്പുറത്ത്. 5 വർഷമായിട്ട് നമുക്ക് ഒരു ചെറിയ സംവിധാനം പോലും ഉണ്ടാക്കി തരാൻ അവർക്ക് പറ്റിയില്ലല്ലോ. ഇല്ല.
അതാ എന്റെ ഒരു വിഷമം. അതാ എനിക്ക് ഞാൻ ഒരു ഹരിജൻപ്പെട്ട ഒരാളായതുകൊണ്ട് നമുക്ക് താങ്ങാനും ആരും ഇല്ലാത്തോണ്ട് അവര് എന്റെ അടുത്ത് ഇങ്ങനെ കുരുത കാണിക്കണ്ടായിരുന്നു. ഞാൻ കൂലിവേല ചെയ്ത് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്. ഞാൻ ഇറങ്ങിപ്പോയെങ്കിലേ എനിക്ക് അരി വാങ്ങിക്കാൻ പറ്റുള്ളൂ. എനിക്ക് അച്ഛനില്ല, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മക്ക് എനിക്ക് തരാൻ പറ്റുമോ? എനിക്ക് എന്റെ കുഞ്ഞിനും കൂടെ തരാൻ പറ്റുമോ? അപ്പൊ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഇപ്പൊ കയറി കിടക്കാടാവില്ല. ആദ്യമൊക്കെ നമ്മള് അടുപ്പൊക്കെ വെച്ച് നല്ല ഇതായിട്ടായിരുന്നു. ഈ ടാർപ്പെല്ലാം കീറി പോയ പിന്നെ എല്ലാം കീറി. ഇനിയിപ്പൊ വാങ്ങിക്കാനൊന്നും പൈസയൊന്നുമില്ല. ഇത് ശരിയാക്കാനൊന്നും എന്റെ പൈസ ഇല്ല. കുഞ്ഞിന് ഫീസ് കൊടുക്കോ? ഞാൻ കൂലിപ്പണിക്ക് പോകും. പലപ്പോഴും കിട്ടുന്ന പണിയില്ല നമ്മളത്. തൊഴിലുറപ്പിന്റെ ചിലപ്പോ 10 ദിവസത്തെ പണി കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ പണി കാണത്തില്ല. നമുക്ക് അതുകൊണ്ടൊന്നും ഇതൊന്നും പണിയാൻ പറ്റത്തില്ലല്ലോ. ഇല്ല. അപ്പൊ ഇപ്പം പുതിയ മെമ്പറെ കണ്ടായിരുന്നോ? പുതിയ മെമ്പറെ കണ്ടിട്ട് പുതിയ മെമ്പർ പറഞ്ഞ് സങ്കടപ്പെടണ്ട, ഞാന് മെമ്പറെ പറഞ്ഞ ലിസ്റ്റിൽ പേരില്ലെന്ന്. നേരത്തെ ഇവിടെ ഭരിച്ചോണ്ടിരുന്ന അർച്ചന മെമ്പറായിരുന്നു. നേരത്തെ ഇവിടെ LDF-ന്റെ ഭരണമായിരുന്നു. ഇപ്പാണ് ഇത് UDF പഞ്ചായത്ത് ഭരണം വന്നത്. അപ്പൊ പുതിയ മെമ്പർ എന്തോ UDF മെമ്പർ എന്തോ പറയുന്നത്? മെമ്പർ പറഞ്ഞ ലിസ്റ്റ് ഞാൻ ചോദിച്ചു. മെമ്പർ ഏതായാലും ഞാൻ വീട് സ്ഥലത്തിനും കൊടുത്തിട്ടുണ്ട്, അവിടെ അപേക്ഷ ഉണ്ട്, രണ്ടാമത്തെ പേരുണ്ടെന്നാ പറഞ്ഞേ. അപ്പൊ മെമ്പർ തന്നെ നോക്കിട്ട് പറഞ്ഞു ഇയാളെ പേരില്ല, ലിസ്റ്റിൽ പേരില്ല, ഇനി ഒന്നേന്ന് കൊടുക്കാൻ പറഞ്ഞു. ഇനി ഒന്നേന്ന് കൊടുത്ത എനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും സമയം പിടിക്കും. പക്ഷെ അന്ന് ചേച്ചി ഇത് കൊടുത്ത സമയത്ത് കൊടുത്ത പലർക്കും വീട് കിട്ടി. വീട് സ്ഥലം കിട്ടി. എനിക്ക് മാത്രമല്ല, ചേച്ചിക്ക് മാത്രം എനിക്ക് മാത്രം കിട്ടിയിട്ടില്ല. എനിക്ക് എന്റെ അമ്മയുടെ കൈവശരേഖ സ്ഥലമായത്. പഞ്ചായത്തിൽ പഞ്ചായത്തിനോട് പോയി തിരക്കിക്കൊണ്ടിരുന്ന അവരെന്തോ ഇതിനൊരു കാരണം പറയുന്നത്? അവര് കാരണം ഒന്നും പറയുന്നില്ല. ഉണ്ടെന്ന് അവര് ഇപ്പോഴും പറയുന്നില്ല, ഇല്ലെന്ന് അവര് പറയുന്നില്ല. ഇപ്പോഴാ കയറിയ മെമ്പറാ പറഞ്ഞ ലിസ്റ്റിൽ പേരില്ലെന്ന്. നോക്കട്ടെ എന്ന് പറഞ്ഞ് മറ്റേ മെമ്പർ എന്നിപ്പം പറഞ്ഞ ഇയാളുടെ പേരുണ്ട്, അതൊന്നും ആയിട്ടില്ല, ശരിയാക്കി തരാന്ന് പറഞ്ഞു. ഇപ്പം ചെന്ന് ചോദിച്ചപ്പം പറയുന്നെന്തോ ലിസ്റ്റിൽ പേരില്ലെന്ന്. ലിസ്റ്റിൽ പേരില്ലാത്തവർക്ക് വീട് സ്ഥലം കിട്ടുമോ? അത് ഉണ്ടെങ്കിൽ അവർക്ക് ആ രേഖ ഉണ്ടെങ്കിൽ അവർക്ക് തരാൻ പറ്റുള്ളൂ. ബാക്കി ചേച്ചിയുടെ സമയത്തുള്ള ആൾക്കാർ ലിസ്റ്റിൽ കയറി പറ്റി. അവർക്ക് വീടും കിട്ടി. നമുക്ക് ഉത്തരവാദിത്തമായിട്ട് ചോദിക്കാനും ആരും ഇല്ലാത്തോണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് വാങ്ങിച്ചു തരാനും ആരുമില്ല. ഇതിന്റെ പുറകെ ഇറങ്ങിപ്പാലും നമുക്ക് 10 പൈസയില്ല. വണ്ടിക്കൂലിയാലും വേണ്ടേ? ലൈറ്റും ഇല്ല, ഒന്നുമില്ല. അന്ന് മണ്ണെണ്ണ ഇല്ലായിരുന്നു. മണ്ണെണ്ണ നിർത്തി വെച്ച് വെഴുതിരി വെഴുതിരി വാങ്ങിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ഞാൻ മൊബൈൽ വെട്ടത്തില് ഞാൻ എന്റെ കുഞ്ഞുകൂടെ ആഹാരം കഴിച്ച് ഇതിനകത്ത് കിടന്ന ദിവസങ്ങളുണ്ട്. പിന്നെ ഇതെല്ലാം പൊളിഞ്ഞു പോയപ്പോ പിന്നെ നമുക്ക് കിടക്കാൻ പറ്റില്ല. മൃഗങ്ങളൊക്കെ കയറും, ഇതിലും പാമ്പും എല്ലാം ഉണ്ട്. പുതിയ വാർഡ് മെമ്പറെങ്കിലും ഇത് കണ്ട് ഈ ചേച്ചിക്ക് ഒരു വീട് എങ്ങനെയെങ്കിലും, കാരണം ഇനിയും ഒരു അപേക്ഷ കൊടുത്ത് കാത്തിരിക്കാനുള്ള സിറ്റുവേഷനിലാണ് വീട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇനിയും ഇങ്ങനെയുള്ള പാവങ്ങളെ വോട്ടിന് വേണ്ടി മാത്രം വന്ന് കണ്ട് കൈകൂപ്പി പോകാതെ അവരുടെ കൈകൂപ്പലുകളൊക്കെ അവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനുള്ള സന്മനസ് ഉണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ പത്തനാപുരത്ത് MLA ഉണ്ട്, മന്ത്രിയുണ്ട്. മന്ത്രിയുടെ സ്ഥലത്താണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. പുതിയ വാർഡ് മെമ്പർ മുൻകൈ എടുത്ത് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം ഈ ചേച്ചിക്കും കുട്ടിക്കും.